ഇത് 2022 മോഡലും ആണ്, 22 രജിസ്ട്രേഷനിൽ. പിന്നെ സിംഗിൾ ഓണർഷിപ്പ്, അംബിഷൻ, മിഡിൽ ഓപ്ഷനിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അടുത്തതൊരു ജിംനിയാണ്. സാധാരണ മാരുതി സുസുക്കിന് അങ്ങനെ അടുപ്പിക്കാറില്ലല്ലോ. ഇല്ല കർഷകനായിപ്പോയില്ലേ മാഡം, കളവറിക്കാതിരിക്കും. അത് ഇതുമായിട്ട് അല്ല എല്ലാം അതേപോലെ നമ്മള് ഈ കാറിന്റെ ഷോറൂമായില്ലേ, എല്ലാം എടുക്കാതെ ഇരിക്കാതെ പറ്റില്ല. അതാ. പിന്നെ സിംഗിൾ ഓണർഷിപ്പിൽ 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 46,000 22 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് CVT ഓട്ടോമാറ്റിക് ആണ് വരിക. ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ 2028 വരെ വാറന്റി ഉണ്ട്, സർവീസ് പാക്കേജും ഉണ്ട്. അപ്പൊ കയ്യിൽ നിന്ന് പൈസ ഒന്നിനും ചെലവാവില്ല. വണ്ടിക്ക് ടെക്നിക്കലി പണി വന്നാലും വാറന്റിയിൽ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അത് മാത്രമല്ല ജനറൽ സർവീസ് ആണ്, അതിന് പാക്കേജും ഉണ്ട്. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു നല്ല കോമ്പാക്ട് SUV നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ക്യാപ്സിലേക്ക് വന്നാൽ മതി. കാരണം അത്രയും കോമ്പാക്ട് SUV ആണ്. അതിൽ കിയ, സ്കോഡ, ഹ്യുണ്ടായി, പിന്നെ MG ഈ 5 ബ്രാൻഡുകളാണ് മെയിനായിട്ട് ഉണ്ടാവുക. അതിൻ്റെ എല്ലാ സെഗ്മെൻറ്റ് വാഹനങ്ങളും ലഭിക്കുന്നൊരു സ്ഥലമാണ് ക്യാപ്സ്. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട്, മാങ്കാവ്, തിരുവണ്ണൂരാണ് ക്യാപ്സിൻ്റെ ലൊക്കേഷൻ. ഇവർക്ക് തന്നെ ഒരു ലക്ഷറി ഷോറൂം ഉണ്ട് ക്യാപ്സ് തൊട്ടടുത്ത് തന്നെയാണ്. ഓക്കെ, ഇവിടെ തന്നെ തൊട്ടടുത്ത് ക്യാപ്സ് ലക്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാപ്സിലേക്ക് വരണം. ലക്ഷറി വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോകാം. രണ്ടും ഇവിടെ വന്നാലും കുഴപ്പമൊന്നുമില്ല, കിട്ടും. രണ്ടും ഒന്ന് തന്നെയല്ലേ. ആയിക്കോട്ടെ. അപ്പോൾ ഇത് അനസിന്റെ പേര്. ഓക്കെ, സ്വാഗതം. അപ്പോൾ എന്താ പറയുക, വണ്ടിയുടെ ക്വാളിറ്റീൻ്റെ കാര്യത്തിലോ അങ്ങനത്തെ ഒന്നും പേടിക്കേണ്ട. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഇവനെ വിളിച്ചിട്ട് കൊടുത്തോളൂ. അല്ലേ, ഒരു വർഷമല്ല എങ്ങനെയാണല്ലോ എന്ന് വെച്ചാൽ ആ കണ്ടീഷനിൽ തന്നെ കൊടുക്കാൻ പറ്റും അല്ലേ? കൊടുക്കാം. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് ക്ലിയർ ആയിട്ട്. ഈ പറയുന്ന മതി, എല്ലാ തവണയും പറയുന്നതാണ്, ഇത്തവണയും പറയാം. നമ്മൾ 1 ഇയർ എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടി കൊടുക്കുന്നുണ്ട്. കാരണം ബാക്കിയെല്ലാം ഡിപ്രീസിയേഷൻ വരുന്ന സാധനം, തേയ്മാനം വരുന്ന സംഭവങ്ങൾ. തീർച്ചയായും എഞ്ചിനും ഗിയർ ബോക്സിനും നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്, 1 ഇയർ തന്നെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബൈബാക്ക് വാറണ്ടി നമ്മൾ 1 ഇയർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ എടുത്തു പറയാന്ന് പറഞ്ഞാൽ, ഈ ബൈബാക്ക് പലരും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സാധനമാണ്. ബൈബാക്ക് എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഇവിടുന്ന് എടുത്തതായിരിക്കാം, 1 വർഷം 2 വർഷമായിട്ട് നിങ്ങൾ വിൽക്കുമ്പോൾ അന്നത്തെ മാർക്കറ്റ് റേറ്റ് എന്താണോ വണ്ടിയുടെ, പിന്നെ നിങ്ങളുടെ കിലോമീറ്റർ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കിലോമീറ്റർ അതിന് പിന്നെ നിങ്ങൾ കൊണ്ടുപോയ ശേഷം എന്തെങ്കിലും ക്ലെയിം സംഭവിച്ചിട്ടുണ്ടോ, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൽ കുറക്കുന്ന വിലക്ക് തന്നെ ഇവർ എടുക്കുക. അല്ല, നമ്മളെ പ്രീവിയസ് കസ്റ്റമർ ആണെങ്കിൽ എന്താണോ മാർക്കറ്റ് റേറ്റ് അതിനേക്കാളും 25,000 കൂട്ടിയിട്ട് നമ്മൾ കൂട്ടിയിട്ടെടുക്കും. ഓക്കെ, 25,000 എക്സ്ട്രാ ഒരു ബോണസ് പോലെ കൊടുത്തിട്ട് നമ്മൾ കൊടുത്തിട്ടെടുക്കും. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് ഉണ്ട്. എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് എന്താ ക്ഷീണം? ചൂടൊക്കെ അല്ലേ? ചൂട് എനിക്കുണ്ടല്ലോ. അതെ, പണ്ടേ തലക്ക് ചൂടാണല്ലോ. ഓക്കെ, അപ്പോൾ ക്യാപ്സിന്റെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോയിലേക്ക് പോകാം അല്ലേ? ഓക്കെ, ആദ്യം നമ്മൾ ഒരു 7 സീറ്ററിലാണ് തുടങ്ങുന്നത്. കിയയുടെ കാരൻസ് ആണ്. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടി, നല്ലൊരു ബ്ലൂ കളർ. അതെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2022 മോഡലാണ്. പെട്രോൾ, മാനുവൽ, ലക്ഷറി പ്ലസ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് വാഹനം വരുന്നത്. ശരി. സെക്കൻഡ് ഓണർഷിപ്പിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 22 വണ്ടി വെറും 12,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, ഫുൾ കമ്പനി സർവീസ് എല്ലാം ഉണ്ടോ? കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. അതിൽ തന്നെ 2027 വരെ കമ്പനി വാറണ്ടി ഉണ്ട്, സർവീസ് പാക്കേജും ഉണ്ട്. വാറണ്ടിയും സർവീസ് പാക്കേജും. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പൈസ ചിലവാവില്ലേ. വണ്ടിയിൽ എന്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാറണ്ടിയിൽ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അത് മാത്രമല്ല സർവീസ് പാക്കേജും ഉണ്ട്. ജനറൽ സർവീസിന് നിങ്ങൾ കൊണ്ടുപോയ പോലും ഒരു പൈസ നിങ്ങൾക്ക് ചിലവാക്കേണ്ട ആവശ്യം. അങ്ങനെ ചിലവാക്കാണ്ട് നമ്മൾ വേറൊരു വണ്ടി ഇവിടെ എടുത്ത് വെച്ചിട്ട് വരാനുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. കിയ കാരൻസ് 7 സീറ്റർ. പുറകിലെ തറോ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നിങ്ങൾ ചെറിയ 7 സീറ്ററാന്ന് വിചാരിക്കണ്ട, പക്ഷേ നല്ല സ്പേസ് ഉള്ള. പിന്നെ ഇത്രയും ഫീച്ചേഴ്സ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു വണ്ടിയിലുണ്ടാവില്ല. വെന്റിലേഷൻ, സീറ്റ് അടക്കം ഒട്ടുമിക്ക ഓപ്ഷൻസ്. ഇത്ര ഫീച്ചേഴ്സ് നിങ്ങൾ ഈ ഒരു സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എർട്ടിഗ നോക്കാം. എർട്ടിഗയിലൊന്നും ഇത് 4 ഫീച്ചേഴ്സ് ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അടിപൊളി ഒരു വണ്ടിയാണ്. പിന്നെ വലിയ മെയിൻ്റനൻസും ഇല്ല. അതേപോലെ തന്നെ മൈലേജും ഇപ്പോൾ 7 സീറ്റർ വെച്ച് നോക്കുമ്പോൾ 12 തൊട്ട് ഒരു 15 റേഞ്ച് മൈലേജും കിട്ടും. എർട്ടിഗയുടെ ഒരു മൈലേജ് ഉണ്ടാവും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എർട്ടിഗ ഹൈബ്രിഡ് അല്ലേ, ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഹൈബ്രിഡിലേക്ക് പോകുമ്പോൾ അതിന് മൈലേജ് കൂടും. അത് കിട്ടും, മൈലേജ് കിട്ടും. ഓക്കെ, സാധാരണ ഒരു പെട്രോൾ വണ്ടീൻ്റെ മൈലേജ് പഴയ എർട്ടിഗയൊക്കെ. അതെ അതെ. ഓക്കെ, അപ്പോൾ ചോദ്യം എത്രയുണ്ട്? ഇതിപ്പോൾ നമ്മൾ 13,50,000 രൂപ. 13.5 ലക്ഷം. ഇത് അന്നിറങ്ങുമ്പോൾ എത്ര? 20 അടുത്തില്ലേ? 20,60,000 രൂപ ഉണ്ട്. 20-60 അന്ന് ഇറങ്ങുമ്പോൾ ഈ ഫുൾ ഓപ്ഷൻ പെട്രോൾ മാനുവൽ ഓൾറെഡി കുറച്ചിട്ടുണ്ട്. വെറും 12,000 കിലോമീറ്റർ ഓടിയാണ്. അതും സർവീസ് പാക്കേജും വാറണ്ടിയും ഉണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം. എടുത്തിട്ട് വിഷു ആഘോഷിക്കും. ഓക്കെ, അനസിൻ്റെ തൊട്ടൊരു തങ്കപ്പെട്ട വണ്ടി. വീണ്ടും കെ ആണ്.
സെൽട്ടോസ് KL44 രജിസ്ട്രേഷൻ വാഹനം. അതെ. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2023 മോഡല് പെട്രോൾ IMT സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന HTK പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. മിഡ് ആണ് ഓപ്ഷൻ വരിക. അലോയ്സ് പുഷ് ബട്ടൺ ഒക്കെ വരും. ബട്ടൺ, സൺറൂഫ് എല്ലാം വരുന്നത്. ഒരുവിധം ഒട്ടുമിക്ക ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ വാറണ്ടി കഴിഞ്ഞില്ലേ? 26 വാറണ്ടി നിലവിലുണ്ടോ? നിലവിലുണ്ട്. 2003 അല്ല 5 വർഷത്തേക്ക് ചെയ്തിട്ടുണ്ട്. 5 വർഷത്തേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ 28 വരെ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ് കേട്ടോ. കമ്പനി വാറണ്ടിയിൽ നിൽക്കാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ. ഇത് സർവീസ് ഒക്കെ പ്രോപ്പറല്ലേ? കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. മാനുവല്ലേ പറഞ്ഞേ? അല്ല IMT. പെട്രോൾ IMT 2023 മോഡല് HTK പ്ലസ്. ഗിയർ ഉണ്ടാവും, പക്ഷേ ക്ലച്ചിന്റെ പ്രശ്നമില്ല. ക്ലച്ച് ഔട്ടണ്ട, ഓഫായി പോകുന്ന പ്രശ്നമില്ല. ഓട്ടോമാറ്റിക് ആണോ? മാറാം. പാഡൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്, ഇതൊരു സെമി ഓട്ടോമാറ്റിക്. ഓക്കെ. അപ്പോൾ എന്താ പറയുക, ക്ലെയിം ഒന്നുമില്ല. ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 46,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. കിയന്റെ സെൽട്ടോസിന്റെ മൈലേജ് ഇവൻ പറഞ്ഞിട്ടാണ് എനിക്ക് എത്രയും കൂടുതൽ അറിയുന്നത്. ഞാൻ ഉണ്ട്, എൻ്റെ ഫോണിലുണ്ട് തെളിവുകളില്ല. എത്ര പറയുന്ന മൈലേജ്? ഞാനൊരു 12 തൊട്ടിട്ട് 16 വരെ പറയും. 16 ലോങ്ങിലൊക്കെ അത്രയും കിട്ടുന്നുണ്ട്. IMT ആണ്, അതുകൊണ്ട്. ഓക്കെ. അപ്പോൾ അല്ല, ഒന്നും വേണ്ട. ഞാൻ എത്രയോ വീഡിയോസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കസ്റ്റമേഴ്സൊക്കെ ഇത് കണ്ട് വിശ്വസിച്ചെടുത്തിട്ട് ഏതെങ്കിലും കസ്റ്റമേഴ്സ് നിങ്ങളുടെ കംപ്ലൈന്റ് പറഞ്ഞണം. എൻ്റെ അടുത്ത് ഇതുവരെ എത്തിയില്ല. ആർക്കൊക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടോ. ചലഞ്ചാണ്. എത്ര ചോദ്യം എത്രയാ? ഇതിപ്പോ നമ്മൾ ചോദിക്കുന്നത് 11,85,000 രൂപ. 11,85. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 17.5-18 അടുത്തുണ്ട്. ഓക്കെ. അന്ന് അതിലും കൂടി. ഇന്ന് കൂടി. ഓക്കെ. പക്ഷെ ഇന്ന് ഷേപ്പൊക്കെ മാറി. അപ്പോൾ 11,85 2023 IMT HTK പ്ലസ് നിങ്ങൾക്ക് ഈ ഒരു സെൽട്ടോസ് കൊണ്ടുപോകാം. ഓണർഷിപ്പ് സിംഗിളാണ് പറഞ്ഞത്? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. ലോൺ എത്ര കിട്ടും? ഒരു 10-10 കിട്ടും. 1.25 ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഉണ്ടെങ്കിൽ ബാക്കി ലോൺ കയറി. അടുത്തത് ഏറ്റവും ലേറ്റസ്റ്റ് സെൽട്ടോസ് ആണ്. പുതിയ ഷേപ്പ് KL22 രജിസ്ട്രേഷൻ. ഏതാ മോഡൽ? ഇത് 2024 മോഡൽ. 24 മോഡൽ 12-ാം മാസം കേട്ടോ. ഓ, ലാസ്റ്റ് കുറച്ച് ദിവസം കൂടിയാണ്. ഞാൻ 25 അങ്ങോട്ട് പറഞ്ഞേനെ. 13-ാം തീയതി ഇറങ്ങിയ വണ്ടി. 13/12/2000. സ്വപ്നമൊരു ചാക്ക് തലകിലത് താങ്ങിയൊരു ഡേറ്റ് എത്ര 23/14,000 കിലോമീറ്റർ. HTX ആണ്. ഓക്കെ. പിന്നെ ഇതിൽ പനോരമിക് സൺറൂഫ് വരുന്നുണ്ട് കേട്ടോ. ന്യൂ ഷേപ്പ് ആയതിനു പുഷ് ബട്ടൺ അലോയ്സ് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരും. സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല. സീറ്റ് വെന്റിലേഷൻ, 360 ഡിഗ്രി ക്യാമറ, വയർലെസ് ചാർജർ. ഈ 3 ഡിഫറൻസ് ഉണ്ടാവും. വയർലെസ് ചാർജർ വരുന്നുണ്ടല്ലോ? ഇല്ല. എക്സ്പ്ലസിൽ വരുമോ? എക്സ്പ്ലസിൽ വരും. പ്ലസിൽ വരുന്നുണ്ട്. ഓക്കെ. ഈ 3 ഡിഫറൻസ്. അപ്പോൾ വാറണ്ടി പറയണ്ടാലോ? 27 12-ാം മാസം വരെ വാറണ്ടി നിലവിലുണ്ട്. കമ്പനി വാറണ്ടി. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. 4 വർഷം ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതാ പറഞ്ഞത്. അപ്പോൾ മാക്സിമം വാറണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സേഫാണ്. എന്തെങ്കിലും മെക്കാനിക്കൽ വർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ വാറണ്ടിയിൽ ഫുള്ള് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് ഇറങ്ങാണ്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതാ ഗുണം. ഓക്കെ. അപ്പോൾ ഓട്ടം 14,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്. പെട്രോൾ മാനുവലോ? പെട്രോൾ മാനുവൽ HTX 24 മോഡൽ. എത്ര ചോദ്യം? ഇത് 14,85,000 രൂപ. 14,85 നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ടുപോകാം. ഇത് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ട്? ഇത് ഏകദേശം 20,20,000 അങ്ങനെ എന്തോ ഉണ്ട്. 20 ഓഫർ ഉണ്ടായാൽ തന്നെ 20 ലക്ഷം അടുപ്പിച്ചിട്ട് കൂടി. ഓക്കെ. 14,80. അപ്പോൾ ഏകദേശം 5 ലക്ഷത്തിൻ്റെ മാറ്റം ഓൾറെഡി വന്നു കഴിഞ്ഞു. 5-20 മാറ്റം വന്നു കഴിഞ്ഞു. ചെറിയ കിലോമീറ്റർ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. പുതിയ വണ്ടി നോക്കുന്നുണ്ട്. പുതിയ ഷേപ്പാണ്. തീർച്ചയായും വന്നു നോക്കിയാൽ അല്ലേ? കീയൊക്കെ നോക്കണ്ടേ? നേരത്തെ ഇങ്ങോട്ട് വന്നോ? അതെ. എന്നിട്ട് ഒരു പുതിയ ഷോറൂമിൽ പേര് മാറ്റാൻ പോവാ. KYAPS ആക്കാൻ പോവാ. ഓക്കെ. അടുത്തതാ സെൽട്ടോസിലേക്ക് വന്നത് നമ്മൾ. KL56 കൊയിലാണ്ടി രജിസ്ട്രേഷനാണ്. സെൽട്ടോസിന്റെ ഏറ്റവും ടോപ്പ് എൻ്റെ വാഹനം എക്സ് ലൈൻ. അതായത് GT ലൈൻ്റെ മേലെ ഓപ്ഷൻ വരുന്ന വാഹനമാണ്. ഒരു ഗ്രാം മാറ്റ് ഫിനിഷിലാണ് വണ്ടിയുടെ ഫിനിഷിങ് വരും അല്ലേ? അതെ. ഓക്കെ. ഒന്നും പറയാനില്ല. നല്ലൊരു ലുക്ക് വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ 23 രജിസ്ട്രേഷനിൽ വരുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ എക്സ് ലൈൻ. ഒന്നും പറയില്ല. എല്ലാ ഫീച്ചേഴ്സും പറയേണ്ട കാര്യം. ഈ പറയുന്ന പോലെ വീണ്ടും എപ്പോഴും പറയുന്ന പോലെ 360 ഡിഗ്രി ക്യാമറ, വെന്റിലേഷൻ സീറ്റ്, സൺറൂഫ്, വരുന്ന വണ്ടിയാണ്. 22 മോഡലും 23 രജിസ്ട്രേഷൻ. എക്സ് ലൈൻ GT ലൈനിന്റെ മേലെ വരുന്നതാണ്. അതിനേക്കാൾ പൈസയും വരും കേട്ടോ. ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പെട്രോൾ ആണ്. ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ 2028 വരെ വാറണ്ടി ഉണ്ട്, സർവീസ് പാക്കേജും ഉണ്ട്. അപ്പൊ കയ്യിൽ നിന്ന് പൈസ ഒന്നിനും ചെലവാവില്ല. വണ്ടിക്ക് ടെക്നിക്കലി പണി വന്നാലും വാറണ്ടിയിൽ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അത് മാത്രമല്ല ജനറൽ സർവീസ് ആണ്. അതിന് പാക്കേജും ഉണ്ട്. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല.
ധൈര്യത്തിൽ കൊണ്ടുപോകും എടുക്കാം അല്ലേ? ലോ കിലോമീറ്റർ വണ്ടിയാണ്. എത്ര ഇപ്പോൾ ചോദ്യം? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് വെച്ചാൽ 15,50,000 രൂപ. 15.5 ലക്ഷം. ഇത് അന്ന് ഇറങ്ങുമ്പോൾ GT ലൈനേക്കാൾ വില ഉണ്ട്. എനിക്ക് തോന്നുന്നു 23 രൂപ എന്തായാലും ഉണ്ട്. 22-23 അടുത്ത് വില ഉണ്ടെന്ന് തോന്നുന്നു അന്ന് ഇറങ്ങുമ്പോൾ തന്നെ. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ഈ ഒരു ഫിനിഷ് ഇതിൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ. ഇതിൽ തന്നെ കസ്റ്റമർ PPF-ഉം ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല സംബന്ധിച്ച്. അപ്പോൾ താല്പര്യമുണ്ടെന്ന് നോക്കിക്കോ. ലോണത്തിന് കിട്ടും ഒരു 14 എന്തായാലും കിട്ടും. ചാൻസ് ഉണ്ട്. വീണ്ടും സെൽട്ടോസ് KL 31 രജിസ്ട്രേഷൻ GT ലൈൻ ഫുൾ ഓപ്ഷൻ വണ്ടി. അതായത് നമ്മൾ ആദ്യം ഒരു X ലൈൻ കണ്ടിരുന്നു അതിൻ്റെ താഴെ, പക്ഷെ അതൊരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് ഇറങ്ങിയാണ്. ഓപ്ഷനിൽ വല്ല മാറ്റം. കോമൺലി ഇതാണ് ഫുൾ ഓപ്ഷൻ GT ലൈൻ അല്ലേ? ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ ഇത് 2022 മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. GTX ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പിൽ 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 22 വെറും 37,000 ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. മൈലേജിന്റെ കൊട്ടയാണ്. ഒരു 18-20 റേഞ്ച് കിട്ടുമായിരിക്കും അല്ലേ? കിട്ടും. റേഞ്ചിലൊക്കെ മൈലേജ് സ്ട്രേറ്റ് റോഡ് കിട്ടും. ഓക്കെ, സ്ട്രേറ്റ് റോഡ് കിട്ടും. ടൗണിലാണെങ്കിൽ ഒരു 15-16 ഒക്കെ കിട്ടാൻ റേഞ്ച് കിട്ടും. അതും ഓട്ടോമാറ്റിക്കിൽ, ഡീസൽ ഓട്ടോമാറ്റിക്കിലാണ്. വലിയ ഓട്ടോ പോയിട്ടില്ല. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ കിടക്കുന്ന ഡീസലിനെ സംബന്ധിച്ച് ഒരു ലോ കിലോമീറ്റർ വാഹനമാണ്. എത്ര കൊടുക്കാം നമുക്ക്? 16.5 ലക്ഷം രൂപ കൊടുക്കാം. 16,50,000. അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 25-ന്റെ അടുത്ത് 25 രൂപ എന്തായാലും വരണ്ട്. ഏകദേശം അത്രയും റേഞ്ച് വരുന്ന വാഹനമാണ്. 16.5 ലക്ഷത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നത്, അതും ലോ കിലോമീറ്റർ വണ്ടി. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിലും നോക്കുന്നവരുണ്ടെങ്കിലും പെട്ടെന്ന് വിളിച്ചോ. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് KL സോണറ്റാണ്. KL 7 രജിസ്ട്രേഷൻ. ഈ വണ്ടിയിലേക്ക് ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളെ ഒരു സബ്സ്ക്രൈബർ കഴിഞ്ഞ വീഡിയോയിൽ ക്യാപ്സിന്റെ, ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്ന ക്യാപ്സിന്റെ വീഡിയോയിൽ എന്റെ ഒന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. നമ്മുടെ ലിബി കൊല്ലം ഫ്രം UK. ആളിപ്പോ UK-ലാണ്, കൊല്ലത്താണ് സ്ഥലം വരുന്നത്. അപ്പോൾ ലിബി ഹായ്, നമ്മുടെ സബ്സ്ക്രൈബർ ആണ്. പുള്ളി കോൾ ചെയ്തായിരുന്നു, വിളിച്ചിട്ട് നിങ്ങൾ അന്വേഷണമൊക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ വണ്ടിയുടെ ഇടയിലായി ഞാൻ എന്തായാലും ഹൈലൈറ്റിൽ പുള്ളി ഒന്ന് മെൻഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഹായ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊന്ന് കമന്റ് ചെയ്യും. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2023 മോഡലാണ്. HTX പെട്രോൾ IMT ആണ് വാഹനം വരുന്നത്. 23 പെട്രോൾ IMT HTX ആണ് വാഹനം വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം. കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉള്ള. വാറണ്ടി ഇപ്പൊ നിലവിലുണ്ടോ? നിലവിലുണ്ട്. സംതിങ് മന്തേ ഉള്ളൂ. എന്താ ഉറക്കം വരുന്നുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, വെയില് ചൂടിന്റെ ഒരു ക്ഷീണമുണ്ട്. ആയിക്കോട്ടെ, ഞാനും കൊണ്ടുവന്നില്ലേ? ഉണ്ട്, കൊടുണ്ട്. നിങ്ങൾ തീയിൽ കരുത്തതല്ലേ. പിന്നെ വാറണ്ടി ഇപ്പൊ എത്ര വരുന്നുണ്ട് നിലവില്? ഞാൻ പറയാം 2 മാസത്തെ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോ എടുക്കുകയാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 23 മോഡൽ HTX സോണറ്റ് ആണ്. പുഷ്പട്ടൻ അലോയ്സ്, സൺറൂഫ് കാര്യങ്ങൾ വരുന്ന വാഹനം. ഓക്കെ, പെട്രോൾ മൈലേജ് ഒരു 12-15 കിട്ടും. 12-15 എന്തായാലും മൈലേജ് കിട്ടും. പിന്നെ മെയിൻ്റനൻസ് ഈ പറയുന്ന മാതിരി നമുക്കൊരു 6,000 രൂപ ഉണ്ടെങ്കിൽ ഇയർലി മെയിൻ്റനൻസ് നോർമൽ സർവീസ് ചെയ്ത് പോകും. 10,000 രൂപ ജനറൽ സർവീസ്. ഓക്കെ, അതിന് മാറാനും പിടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആ വണ്ടിയാണ് തേയ്മാനം എന്തായാലും വരും. മാറാനും പിടിക്കാനൊക്കെ അതിന്റെ കോസ്റ്റ് എന്തായാലും വരും. വണ്ടി എടുക്കുമ്പോൾ പിന്നെ മെയിൻ്റനൻസ് കാണാണ്ട് എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് തരുന്ന സാധനമല്ല വണ്ടി, നമുക്ക് അങ്ങോട്ട് കൊടുക്കണം. ഇങ്ങോട്ട് തരാന്ന് വെച്ചാൽ ഡ്രൈവിംഗ് സുഖം, നമ്മുടെ യാത്രകൾ എളുപ്പമാകും. അതാണ് നമ്മുടെ ടൈം ലാഭിക്കും. ഇതാണ് വണ്ടിയെ കൊണ്ടുള്ള പ്രയോജനം. പക്ഷേ അങ്ങോട്ടേക്ക് കൊടുത്തോണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ എത്ര ചോദ്യം? എത്രയുണ്ട്? ഇതിപ്പോൾ നമ്മൾ 8,75,000 രൂപ. 8,75-ന് HTX 2023 വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. പെട്രോൾ മാനുവൽ, പെട്രോൾ IMT ആണ്. ഓക്കെ, കൊണ്ടുപോകാം. ലോൺ ഒരു 7-7.25 വരെ കിട്ടും. കയറും മാക്സിമം. ആദ്യത്തെ സെഡാൻ കാറ്റഗറി ഇന്നത്തേലുള്ള അങ്ങനെ വരാറില്ല കേട്ടോ. ഇതൊക്കെ അപൂർവമാണ്. പണ്ടുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. KL 62 രജിസ്ട്രേഷൻ ഹോണ്ട സിറ്റിയാണ്. സിറ്റി എന്ന് വെച്ചാൽ ഷേപ്പ് ഇത് തന്നെയാണ് വരുന്നത്. ചെറിയ മാറ്റം ഗ്രില്ല് എന്തോ വന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കി മൊത്തത്തിലുള്ള ഷേപ്പ് ഇത് തന്നെയാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് VX ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ടോപ്പിന്റെ താഴെ വരുന്ന ഓപ്ഷൻ, പിന്നെ മേലെ ZX. ഓക്കെ, പിന്നെ സിംഗിൾ ഓണർഷിപ്പിൽ 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 46,000 22 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് CVT ഓട്ടോമാറ്റിക് ആണ് വരിക. സ്മൂത്ത് ഡ്രൈവ് ആയിരിക്കും, നല്ല സുഖത്ത് കൊണ്ടു നടക്കാം. ഓൾറെഡി ഇതിൽ അലോയ്സ് ഉണ്ടായിരുന്നില്ലേ? അല്ല, ഇപ്പൊ മാറ്റി ചെയ്തിട്ടുണ്ടോ? ഓൾറെഡി ഉണ്ടായിരുന്നു. ആ ഒറിജിനൽ അലോയ്സ് ഉണ്ടോ കയ്യിൽ? പാർട്ടിയിൽ ഇല്ല, അത് കസ്റ്റമർ കൊടുത്തിട്ടാണ് ഇത് വാങ്ങിയത്. അത് ശരി, അങ്ങനെ വാങ്ങിയതാ. ഓക്കെ, അപ്പോൾ ഇതിപ്പോ ഒരു സ്പോർട്ടി ലുക്ക് അലോയ്സ് ചെയ്തിട്ടുണ്ട് വാഹനത്തിൽ. എന്തായാലും സൺറൂഫും പുഷ്പട്ടനും ഒക്കെ വരുന്ന വാഹനമാണ്. ഓക്കെ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമ്മൾ ചോദിക്കുന്ന 11,45,000 രൂപ. 11,45. സോറി,
11,45,000 രൂപയ്ക്ക് 2022 CVT ഓട്ടോമാറ്റിക് VX ഓപ്ഷൻ വരുന്ന ഈ ഒരു പെട്രോൾ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിറ്റി ഒരു 10-10 ലോൺ കയറും കിട്ടും. 85-90%, 85 എന്തായാലും ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇത് പുറത്തുനിന്ന് സാധാ ജനറൽ സർവീസ് ചെയ്ത് കൊണ്ടുപോയി നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും കൊണ്ടുനടക്കാം. ഓക്കെ. അടുത്തത് ഹ്യുണ്ടൈ ക്രെറ്റ KL7 രജിസ്ട്രേഷൻ വാഹനമാണ്. ഇത് ടോപ്പ് ആൻഡ് ആൻസർ ഏറ്റവും ഫുൾ ഓപ്ഷൻ SX ഓപ്ഷൻ. SX ഓപ്ഷനിൽ 6 എയർ ബാഗ്, സീറ്റ് വെന്റിലേഷൻ, പുഷ് ബട്ടൺ, അലോയ്സ്, സൺറൂഫ്. സെൽട്ടോസിനെ കൊണ്ട് പറഞ്ഞു. സെൽട്ടോസിന് പനോറമിക്കില്ല തോന്നുന്നു, പുതിയ വരുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. സെയിം സെൽട്ടോസിന്റെ ആ ഒരു കാറ്റഗറി നോക്കേണ്ട സെയിം വണ്ടിയാണ്. ഓക്കെ. എല്ലാം ഒരേ ബ്രാൻഡ് തന്നെയാണ്. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2020 മോഡല്, ഏറ്റവും ഫുൾ ഓപ്ഷനിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത്. SX ഓപ്ഷനിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. 20 മോഡൽ. ഓട്ടോ എത്ര പോയി? ഇത് 45,000 കിലോമീറ്റർ. നോർമൽ പെട്രോൾ വണ്ടി പോകുന്ന ഒരു ഓട്ടം. നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ ഒരു 10,000 കിലോമീറ്റർ ആണ് പെട്രോൾ വണ്ടിക്ക് ഒരു വർഷം ഓട്ടം കണക്കാക്കുക ഏകദേശം. ഓക്കെ. അതിനെ നോക്കുമ്പോൾ കുറവാണ്, കാരണം 5 വർഷത്തിൽ 45,000 എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുകയാണ്. ഓക്കെ. പൊട്ടിക്ക് കുറവാണ്. അപ്പോൾ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് ഹിസ്റ്ററി, വാറണ്ടി ഇല്ല. വാറണ്ടി നമ്മുടെ വാറണ്ടി. ആ ഫ്ലോയിൽ അങ്ങനെ വാറണ്ടി കുത്തി കേട്ട് ഇങ്ങനെ ഫ്ലോയിൽ പറഞ്ഞാൽ ഫ്ലോയിൽ അടി പാഴ്സലായി വരും. ഓക്കെ. അപ്പോൾ സർവീസ് ഒക്കെ പക്ക തന്നെയാ? ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ക്രെറ്റയാണ്. ഓട്ടോമാറ്റിക് പെട്രോൾ ഫുൾ ഓപ്ഷൻ. 2020 45,000 കിലോമീറ്റർ വാഹനം. അന്ന് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ട്? 21 സംതിങ് ഉണ്ട്. 21 സംതിങ് ആണ്. 21 സംതിങ് ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണല്ലോ. 21 സംതിങ് അന്ന് പുതിയ വരുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്നത് 13,25,000. 13,25,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഏകദേശം 8 ലക്ഷത്തിന്റെ അടുത്ത് മാറ്റം വന്നു കഴിഞ്ഞു. അടുത്തല്ല, 8 ലക്ഷം എന്തായാലും മാറ്റം വന്നു. കൂടുതൽ പെട്രോള് ഓപ്ഷൻ മതി. മൈലേജ് ഒരു 10 to 14 വരെയൊക്കെ കണ്ടാൽ മതി മാക്സിമം. ലോൺ എത്ര കിട്ടും? നമുക്കൊരു 12 റുപ്യ അടുപ്പിച്ചിട്ടൊക്കെ ലോൺ കിട്ടും. ചെയ്യാൻ പറ്റും. അടുത്തതൊരു ജിംനിയാണ്. സാധാരണ മാരുതി സുസുക്കിന് അങ്ങനെ അടുപ്പിക്കാറില്ലല്ലോ. കർഷകനായിപ്പോയില്ലേ മാഡം, കളവറിക്കാതിരിക്കും. അത് ഇതുമായിട്ട് എന്താ ബന്ധം? അല്ല, എല്ലാം അതേപോലെ നമ്മളെ ഈ കാറിന്റെ ഷോറൂം ആയില്ലേ, എല്ലാം എടുക്കാതെ ഇരിക്കാതെ പറ്റില്ല. അതാ പൊതുവെ മാരുതി ഇവരെ എടുക്കാത്ത കാരണം എന്ന് വെച്ചാൽ മാരുതിക്ക് വെച്ചാൽ പൊതുവെ ഡിപ്രിസിയേഷൻ കുറവായിരിക്കും. നമ്മളൊരു യൂസ്ഡ് കാർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ പുതിയ കൊണ്ടുപോയിട്ട് വലിയ മാറ്റങ്ങൾ വരത്തില്ല. കേക്ക് വരുമ്പോൾ ഒന്നും മാറ്റം വരില്ല. നല്ല മോഡലൊക്കെ കൂടി ഒരു വണ്ടി കിട്ടിയപ്പോൾ അങ്ങോട്ട് ബുക്ക് എടുത്തോണ്ട്. ഓക്കെ. അപ്പൊ KL 75 രജിസ്ട്രേഷനുള്ള ജിംനിയാണ്. ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? 2024 മോഡല്, 25 3-ാം മാസമാണ് രജിസ്ട്രേഷൻ വരുന്നത്. ഓക്കെ. അപ്പൊ 28 3-ാം മാസം വരെ കമ്പനി വാറണ്ടിയിൽ എടുക്കുന്ന വാഹനമാണ്. അതെ. ഏതാ സ്റ്റാർട്ടിംഗ് ഓപ്ഷൻ? ഇത് സീറ്റ പെട്രോൾ മാനുവൽ. എനിക്ക് തോന്നുന്നു ഇവരേല് സീറ്റാണ് സ്റ്റാർട്ടിങ് തോന്നുന്നു. അതായത് അലോയ്സും പുഷ് ബട്ടറും ഒന്നും ഉണ്ടാവില്ല. ഡെൽറ്റി സിഗ്മയൊക്കെ ബാക്കിയുള്ള മോഡലിലാണ് ബേസ് മോഡൽ എന്ന് തോന്നുന്നുണ്ട്. ഇതിൽ വെച്ചാൽ 4 വീൽ ഡ്രൈവാ? 4 വീൽ ഡ്രൈവ്. പെട്രോൾ മാനുവൽ, 4 വീൽ ഡ്രൈവ് സീറ്റാണ്. പെട്രോൾ മാനുവൽ, 4 വീൽ ഡ്രൈവ് സീറ്റ. അലോയ്സ് ഉണ്ടാവില്ല, പുഷ് ബട്ടൺ ഉണ്ടാവില്ല. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. പിന്നെ എയർ ബാഗ് ഇപ്പോൾ എല്ലാ വണ്ടിയിലും 6 ആക്കി, മാൻഡേറ്ററി ആക്കി. ഓക്കെ. പിന്നെ ഫോഗ് ലാമ്പ് ഇല്ല, പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരില്ല, അങ്ങനത്തെ ഒന്നുമില്ല അല്ല. ഇത് ഒരു എന്താ പറയുക, ഓഫ് റോഡ് ഓടാൻ പറ്റിയ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഫാമിലി യൂസ്ഡ് വാഹനം. മൈലേജ് ഒക്കെ ഉള്ള. ഓഫ് റോഡ് മാത്രമല്ല, റോഡിലും കൊണ്ട് നടക്കാം. അല്ല, അതെവിടെയും ഓടാലോ. ആയിക്കോട്ടെ. ഓഫ് റോഡ് വേറെ ആയിക്കോട്ടെ. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. ഇത് സിംഗിൾ ഓണർഷിപ്പ്. 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ്, നേരത്തെ പറഞ്ഞ പോലെ വാറണ്ടി എല്ലാം ഉള്ള ഒരു വാഹനമാണ്. എത്ര ചോദ്യം? 10,90,000. ഇത് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ട്? 14,90,000. ഇത് സോറി കേട്ടോ, എക്സ്റ്റൻഡ് വാറണ്ടി എടുത്ത വണ്ടിയാണ്. വാറണ്ടി ഉണ്ട്. ഓക്കെ. അപ്പോൾ 28 കഴിഞ്ഞിട്ട് പിന്നെയും വാറണ്ടിയിൽ എടുക്കുന്ന വാഹനമാണ്. ഇപ്പോൾ 10,90,000 10,90. ഇറങ്ങുമ്പോൾ 14,90. 14,90. കറക്റ്റ് 4 ലക്ഷം രൂപ ഡിഫറൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. മാറ്റം വന്നു. ചെറിയൊരു മാറ്റം സ്നേഹത്തിന്റെ പുറത്ത്. എന്തായാലും സ്നേഹത്തിന്റെ പുറത്ത് ചെയ്ത് തരും. ലോൺ എത്ര കിട്ടും? നമുക്ക് ഒരു 9.5 85% പാസ്സാക്കും. ഒന്നാമത് ഈ മാരുതി വണ്ടി വെച്ച് ശീലമില്ലാത്തതുകൊണ്ട് എത്ര മാരുതി ലോൺ കിട്ടാറില്ല. അടുത്തത് സ്കോഡ കുഷാക് KL 22 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡലുമാണ്. 22 രജിസ്ട്രേഷനിൽ. പിന്നെ സിംഗിൾ ഓണർഷിപ്പ്, അംബിഷൻ മിഡിൽ ഓപ്ഷനിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് 1 ലിറ്റർ ടർബോ എഞ്ചിൻ ആണ് വരിക. ടോർക്ക് കൺവേർട്ടർ ആണ് ഇതിലെ. ഗിയർ ബോക്സ് വരിക. അംബിഷൻ മിഡിൽ ഓപ്ഷൻ ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ് കാര്യങ്ങളൊക്കെ. പുഷ് ബട്ടൺ ഇല്ല. പക്ഷേ ഡീഫോഗർ, ഫോഗ് ലാമ്പ്, അങ്ങനെ ബാക്കി ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. പിന്നെ ഇത് ഫോക്സ് വാഗൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഡ്രൈവിംഗ് സ്റ്റെബിലിറ്റി തന്നെയാണ് ഹൈലൈറ്റ് അല്ലേ. നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റും. വണ്ടി കയ്യിൽ നിന്ന് പാളി പോകില്ല. അതാണ് ഇതിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത അല്ലേ.
ഓക്കെ. ക്ലെയിമും കാര്യമൊന്നുമല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2026 വരെ വാറണ്ടി ഉണ്ട്. എത്ര ഓട്ടം പോയി? 7 മാസം വരെ ഓട്ടം 39,000 ഓട്ടം. 22 മോഡലിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആംബിഷൻ മിഡിൽ ഓപ്ഷൻ. എത്ര ചോദ്യം ഇതിന്റെ? ഇതിപ്പോൾ റേറ്റ് 11,25,000. 11.25 ലക്ഷത്തിന് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. കുഷാക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 10-10.25 വരെയൊക്കെ ലോൺ കിട്ടും. 10,10,4 കിട്ടും. 10.25 വരെ. ₹1 മനസ്സിൽ തരും. 75,000 to 1 ലക്ഷം വരെ. ഓക്കെ. പിന്നെ പറയുന്ന വില ഒന്നും അങ്ങനെയൊന്നുമല്ല. അനസ് നല്ല മനുഷ്യനാണ്, വളരെ ഡൗൺ ടു എർത്ത് ആണ്, വളരെ ഇതായിട്ടുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ വില ഷോൾഡറൊക്കെ താന്നു. അതെ അല്ല, ഓൾറെഡി മാക്സിമം എപ്പോഴും പറയുന്നതാണ്, വീഡിയോയിൽ കുറച്ചിട്ടാണ് കൊടുക്കാറുള്ളത്. എന്നിരുന്നാലും എന്തെങ്കിലും മസിൽ പിടിക്കാതെ ഞാൻ നിൽക്കും. പിടിക്കാൻ മസലൊന്നുമില്ല, അതുകൊണ്ട് അടുത്ത വണ്ടിയിൽ കിയ എന്ന് പറയും. നമുക്ക് മഹീന്ദ്രയിലേക്ക് അടക്കാം. ഥാർ KL 76 നന്മണ്ട രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. എങ്ങനെ? 855. നമ്പർ കേട്ടോ, ഇനി പറഞ്ഞില്ല എന്ന് വേണ്ട. 2024 മോഡൽ 25 രജിസ്ട്രേഷൻ വരുന്നത്. പെട്രോള് ഓട്ടോമാറ്റിക് 2 വീൽ ഡ്രൈവിൽ ഹാർഡ് ടോപ്പ്. പെട്രോൾ ഓട്ടോമാറ്റിക് 2 വീൽ ഡ്രൈവ് ആണ്. 25 രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ 28 വരെ വാറണ്ടി, കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. ഇതിന്റെ കിലോമീറ്റർ എത്രയാ? 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കമ്പനി വാറണ്ടി ഹിസ്റ്ററി എല്ലാം ഉള്ള വാഹനമാണ്. ഓട്ടോ ഉണ്ട്, നോർമൽ ഓട്ടോ പോയിട്ടുണ്ട്. അതെ, നോർമൽ ഓട്ടം. ഇത് റേറ്റ് വന്നിട്ട് 14,25,000 രൂപ. പുതിയ എത്ര ഉണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ? 17,50 അങ്ങനെ എന്തോ. 17,50 അന്ന് ഇറങ്ങുമ്പോൾ ഉണ്ട്. ഇപ്പൊ 14,25 അല്ലേ? 14,25. 14,25 അതാ പറഞ്ഞത്. 16,25. അതിന്റെ ചെവിന്റെ പ്രശ്നം ENT കാണിക്കുന്ന. 14,25 ഈ ഒരു ഥാർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 22,000 കിലോമീറ്റർ പെട്രോൾ 2 വീൽ ഓട്ടോമാറ്റിക് അല്ലേ? അപ്പോൾ കുഴപ്പമില്ലാത്ത ആ ഒരു ഓട്ടോ ഉള്ളൂ. അതിന്റെ ടയേഴ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. വേറെ സർവീസ് എല്ലാം പക്കല്ലേ? പക്ക കമ്പനി സർവീസ്. വാറണ്ടി ഉണ്ട്. സർവീസ് തെറ്റിയ വാറണ്ടി കട്ടാവും. അപ്പോൾ വാറണ്ടി ഉണ്ട്, എല്ലാം ഓക്കെ ആയിരിക്കും. ഓക്കെ. ലോൺ എത്ര കിട്ടും? ഒരു 13 വരെ കിട്ടും. ₹13 റേഞ്ച് എന്തായാലും ലോൺ കിട്ടും. ശരി. പിന്നെ ഇതൊക്കെ ഒരു പ്രൊഫൈലിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അതത്രേ ഉള്ളൂ, നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നല്ലേ. അതെ. ഓക്കെ. അപ്പോൾ 13 ചെയ്യാം. അടുത്തോട്ട് മാരുതി സുസുക്കി വാഗണർ KL 58 രജിസ്ട്രേഷൻ. വീണ്ടും ഒരു മാരുതി വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2023 മോഡലാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ZXi. അതിൽ CNG, പെട്രോൾ CNG ആണ്. സർക്കസോ ബീച്ചിൽ ഇതുണ്ട്, എക്സിബിഷൻ ഉണ്ട്. 25 റേഞ്ച് ഒക്കെ ഏകദേശം മൈലേജ് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. 23 മോഡലാണ്. 5-ാം മാസമാണ് വാറണ്ടി കഴിയുക. 26 5-ാം മാസത്തിലാണ് വാറണ്ടി കഴിയുക. അടുത്ത മാസം വരെ ഉണ്ട്. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതുക്കാനും പറ്റും. പിന്നെ CNG വണ്ടിയാണ്, കമ്പനി ഇൻബിൽറ്റ് CNG ആണ്, ഫുൾ ഓപ്ഷനിൽ അല്ലേ? ഓക്കെ. എന്താ പറയുക, ഫോഗ് ലാമ്പ്, 4 വിൻഡോ, പിന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ എല്ലാം വരും. സിംഗിൾ ഓണർഷിപ്പിൽ 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. 46,000 മാത്രം. ഓക്കെ. CNG എന്ന് വെച്ചാൽ ഇത്രയും മൈലേജ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു ഓട്ടോ ഉണ്ട്. അല്ല, അത് പ്രതീക്ഷിച്ചിട്ടായിരിക്കും. അത് തന്നെ, തീർച്ചയായും ഒരു ഓട്ടോ കൊണ്ട് തന്നെയാണ് എടുത്തത്. ഓക്കെ. അപ്പോൾ നല്ല ഓട്ടോ ഉള്ള ആൾക്കാർ മെയിൻ്റനൻസ് കുറഞ്ഞിട്ട്, നമ്മൾ ഡീസൽ നോക്കിയാലും ഇപ്പം മൈലേജ് ഇത്ര തന്നെ കിട്ടും. പക്ഷേ ഇതിൽ ഡീസൽ വരുന്നില്ല. പക്ഷെ അതിൽ മെയിൻ്റനൻസ് വരും ഡീസൽ അല്ലേ? ഇതാകുമ്പോൾ പെട്രോൾ CNG ആകുമ്പോൾ മെയിൻ്റനൻസും കുറയും. പിന്നെ എനിക്ക് തോന്നുന്നു പെട്രോൾ ഡീസൽ ഈ ബഡ്ജറ്റിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക് ഉണ്ടോ? ഇല്ലാന്നാണ് ഈ ബഡ്ജറ്റിൽ കിട്ടില്ല. എല്ലാം കോമ്പാക്ട് SUV ലെവലിലെ സാധനങ്ങളാണ്. എത്ര ചോദ്യം? എത്ര ഇതിൽ? ഇതിപ്പോൾ 6,25,000. 6,25 ഒരു CNG ZXi വാഗണർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. മാരുതി വണ്ടിയാണ്, വലിയ വ്യത്യാസം വരില്ല. എന്നാലും എനിക്ക് തോന്നുന്നു 2 ലക്ഷത്തിന്റെ മുകളിൽ ഡിഫറൻസ് ഉണ്ട്, മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടോ നോക്കോ. അടുത്ത ഹ്യുണ്ടായി ക്രെറ്റ KL 84 കൊണ്ടോട്ടി. ആണോ? അല്ലല്ലോ, 84 കൊണ്ടോട്ടിയാ. അന്നാ കൊണ്ടോട്ടി. നിങ്ങൾ എന്താ പറയുന്നത്? അതിലുറപ്പിക്കാം. ഇതെങ്ങനെ ഡീറ്റെയിൽ എങ്ങനെ? ഇത് 2022 മോഡല്. പെട്രോൾ മാനുവൽ ആണ് വാഹനം വരുന്നത്. SX-ൽ വരുന്ന വാഹനം സിംഗിൾ ഓണർഷിപ്പ് ആണ്. 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല. ആക്സിഡന്റ്. പെട്രോൾ മാനുവൽ ആണ്. SX ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. ഓക്കെ. സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ വരും. ഓക്കെ. മൈലേജും ഏകദേശം ഒരു 14 അല്ല 16 വരെ മാനുവൽ അല്ലേ? മാനുവൽ അല്ല, 16 വരെ കിട്ടും. ഇവൻ പറയുന്നാളെ. ഓക്കെ. നിങ്ങൾക്ക് അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. എത്ര ചോദ്യം എത്രയുണ്ട് ഇപ്പോൾ? ഇത് റേറ്റ് വരുന്നത് 13 ലക്ഷത്തി 13 അല്ലല്ലോ, 12 ലക്ഷത്തി 75,000. 12,75 നിങ്ങൾക്ക് ഈ ഒരു പെട്രോൾ മാനുവൽ ക്രെറ്റ കൊണ്ടുപോകാം. ഓക്കെ. അപ്പോൾ ലോൺ മാക്സിമം കാര്യമുള്ളൂ. ചെയ്യാം. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് അടുത്തത്. റിനോ കൈഗർ KL 81 രജിസ്ട്രേഷൻ. അതെ. എവിടെയാ? 81.
വരുന്നില്ല, വരുന്നുണ്ട്. ആയിക്കോട്ടെ, ഓക്കെ. എനിക്ക് ഓർമ്മയില്ല. നല്ലൊരു ബ്ലാക്ക് കോമ്പാക്ട് SUV ആണ്. നിസാൻ മാഗ്നൈറ്റ് നോക്കുന്നവരുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് വരാം. രണ്ട് സെയിം കാറ്റഗറി. ഏതാ മോഡൽ? ഇത് 2023 മോഡലാണ്. 12ാം മാസം മാനാണ്. സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോൾ RXZ ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ വണ്ടി. മാനുവൽ ആണ്. 1 ലിറ്റർ നോൺ ടർബോ വരാം എഞ്ചിൻ അല്ലേ. മൈലേജ് ഏകദേശം ഉണ്ടാവും ഒരു 13, 16, 17 വരെയൊക്കെ മൈലേജ് കിട്ടും. 1 ലിറ്റർ എഞ്ചിനാണ്. വേറെ ക്ലൈമർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ട്? ഒരു ഡോർ മാറിയിട്ടുണ്ട്, കമ്പനിയിൽ തന്നെ മാറിയിട്ടുള്ളത്. വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. റീപെയിന്റ് 1-2 ബമ്പർ റീപെയിന്റ് ചെയ്തിട്ടുണ്ട്, ബാക്കിലും ഫ്രണ്ടിലും. ഓക്കെ. ഫുൾ ഓപ്ഷൻ മാനുവൽ ആണ് കേട്ടോ. പുഷ് ബട്ടൺ അലോയ്സും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ. അപ്പോൾ ഇതിന്റെ അന്ന് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ട്? ഏകദേശം 11 സംതിങ് ഉണ്ട്. 12-ന് അടുപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഓട്ടോമാറ്റിക്കിന് 13 മേലെ ഓട്ടോമാറ്റിക്കിന്. അപ്പം മാനുവലിൽ അത്ര തന്നെ ഉണ്ടാവും, ഏകദേശം 12 സംതിങ് ഉണ്ട്. പിന്നെ എന്താ പറയുക, സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പ് 21,000 കിലോമീറ്റർ ഓടി. 21,000. വാറണ്ടി ഇപ്പോൾ 12ാം മാസം വരെ, ഈ വർഷം 12ാം മാസം വരെ അണ്ടർ വാറണ്ടിയിൽ അല്ലേ. നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ചോദ്യം എത്രയാ? ചോദ്യം നമ്മൾ 6,25,000. 6,25,000 ഏകദേശം 10ന്റെ അടുത്ത് വന്നു കഴിഞ്ഞു. വേണമെങ്കിൽ ഒരു കാര്യം, ഞാൻ എൻ്റെ ഒരു ലാസ്റ്റ് റേറ്റ് എടുത്തു തരാം. ഒരു 5,90 കൊടുക്കാം. അപ്പൊ പിന്നെ ഏകദേശം പകുതി മാറ്റിയിട്ട് പകുതിയായി. 5,90 RXZ ഫുൾ ഓപ്ഷൻ മാനുവൽ 21,000 കിലോമീറ്റർ ഓടിയ ഈ ഒരു കൈഗർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2023 മോഡലാണ്. ഓക്കെ. അപ്പോൾ നോക്കിയിട്ട് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. ക്യാപ്സിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇവരെ തന്നെ വിളിച്ചാൽ കിട്ടും അല്ലേ? ഇന്നത്തെ കിട്ടും. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എന്ത് തന്നെയായാലും അനസിനെ പറ്റിയുള്ള അഭിപ്രായം രേഖപ്പെടുത്തിക്കോ. ഓക്കെ. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഇവിടെ പറയുകയാണ്. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.